കൂടി ഉന്നയിച്ചു. കേരളത്തിൻ്റെ സവിശേഷത ജനസംഖ്യാപരമായ ഘടനയെടുത്താൽ വർദ്ധിച്ചു വരുന്ന വയോജന ജനസംഖ്യയാണ്. മുതിർന്ന പൗരന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അത് കണക്കിലെടുത്ത് ഒരു ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെറിയാട്രിക് കെയർ ആൻഡ് ഹെൽത്ത് ഏജിങ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ രണ്ട് സ്ഥാപനങ്ങളും രാജ്യത്തിൻ്റെ ആരോഗ്യ ലക്ഷ്യങ്ങൾക്ക് വലിയ സംഭാവന നൽകുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മെമ്മോറാണ്ടവും സമർപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നൽകിയ മറുപടി രണ്ട് വിഷയങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ സജീവ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ എയിംസ് സ്ഥാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിവേദനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ധനകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ആവശ്യമായ അനുമതികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. പദ്ധതി PMSSYയുടെ അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്തുക, കേരളത്തിന് എയിംസ് അനുവദിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവുകൾ പുറപ്പെടുവിക്കുക, കണ്ടെത്തിയ ഭൂമിയുടെ സാധ്യതാ പഠനത്തിനായി ഒരു സംഘത്തെ അയക്കുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ജനസംഖ്യാപരമായ ഘടന സംസ്ഥാനത്തെ ഉയർന്ന സാക്ഷരതാ നിരക്ക്, ശക്തമായ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ, സാമൂഹ്യ നവീകരണത്തിൻ്റെ ചരിത്രം, സർക്കാർ സ്വീകരിച്ച നടപടികൾ, ഇവയെല്ലാം ചേർന്ന് വയോജന ഗവേഷണം, പരിചരണം, നയം എന്നിവയ്ക്കായി ഒരു ലോകോത്തര കേന്ദ്രം സ്ഥാപിക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായ സ്ഥലം കേരളമാണ്. അതുകൊണ്ട് ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെറിയാട്രിക് കെയർ ആൻഡ് ഹെൽത്ത് ഏജിങ് സ്ഥാപിക്കുന്നതിന് അനുമതി നൽകണമെന്നും കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യം, അന്തസ്സ്, ജീവനിലവാരം ഇവ മെച്ചപ്പെടുത്തിക്കൊണ്ട് വയോജന പരിചരണത്തിലും ആരോഗ്യകരമായ വാർദ്ധക്യത്തിലുമുള്ള ഗവേഷണം, നവീകരണം, നയം, സേവന വിതരണം ഇവയിലെല്ലാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച കേന്ദ്രമായി ആ സ്ഥാപനത്തെ മാറ്റുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ പ്രായമാകുന്ന ജനവിഭാഗത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങൾ പരിഹരിക്കാനും ഇന്ത്യക്കും സമാനമായ ജനസംഖ്യാപരമായ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന മറ്റ് രാജ്യങ്ങൾക്കും ഒരു മാതൃകയായി വർത്തിക്കാനും ഇതിലൂടെ സാധിക്കും. ഈ രണ്ട് സ്ഥാപനങ്ങളും പരസ്പര പൂരകങ്ങളായിരിക്കും. എയിംസ് തൃതീയ തലത്തിലുള്ള പരിചരണ മികവും മെഡിക്കൽ വിദ്യാഭ്യാസവും നൽകും. അതോടൊപ്പം ജെറിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ജനസംഖ്യാപരമായ വെല്ലുവിളികളിൽ ഒന്നിനെ പ്രത്യേക ഗവേഷണത്തിലൂടെയും പരിചരണ മാതൃകകളിലൂടെയും അഭിസംബോധന ചെയ്യും.
സംസ്ഥാനത്തിൻ്റെ ജീവൽ പ്രധാനമായ ആവശ്യങ്ങളോട് ഇതേവരെയുള്ള അനുഭവം വലിയ പരിഗണന കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവരെ നേരിൽ കണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ഇതിൻ്റെ ഗൗരവം വിശദീകരിക്കുകയും ചെയ്തു. അവരുടെ എല്ലാവരുടെയും പ്രതികരണം ആരോഗ്യകരമായിരുന്നു, അനുഭാവത്തോടെയുള്ളതുമായിരുന്നു. സംസ്ഥാന സർക്കാർ നൽകിയ ഉറപ്പുകൾ കേന്ദ്രം പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്രയും വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. ഇപ്പോൾ കോഴിക്കോട് ആണ് എയിംസ് എന്നുള്ള കാര്യത്തിൽ സ്പഷ്ടമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂർ വേണം, അതേപോലെ തന്നെ ആലപ്പുഴ വേണം എന്നുള്ള ഈ ചർച്ചകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ കോഴിക്കോടേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം അങ്ങേക്കുണ്ടോ? രണ്ടാമത്തത് ഈ വയനാട് ഫണ്ട് കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ഫോളോസ് ഉണ്ടാകും. പ്രത്യേകിച്ച് വളരെയധികം തുക അനുവദിക്കുകയും കേരളം ആവശ്യപ്പെട്ടതിൽ 11% പോലും അനുവദിക്കാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ കോഴിക്കോട് വേണമെന്നതൊരു പ്രത്യേക താല്പര്യത്തിൻ്റെ പ്രശ്നമല്ല. കോഴിക്കോട് മാത്രമേ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ കോഴിക്കോട് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള സ്ഥലം. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന എയിംസ് സ്ഥാപിക്കേണ്ടത്. ആവശ്യമായ അത്രയും സ്ഥലം നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് നടന്നിട്ടുള്ളത്. ഇനി അത് പരിശോധിച്ച് കൂടുതൽ എന്തെങ്കിലും വേണ്ടതുണ്ടോ അതും നൽകാൻ സന്നദ്ധമാണ്. ഒരു പ്രയാസവും അതിലുണ്ടാവില്ല. അതാണ് അതിൽ കാണേണ്ടത്.